പേര് ചിത്ര. ഇത് എൻ്റെ ഹസ്ബൻഡ് സുനിൽ. ഞങ്ങൾ വർക്കലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 7-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുന്നത്. അതിൽ ആദ്യത്തെ എൻ്റെ നിയോഗം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു രോഗസൗഖ്യമാണ്. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വെച്ചൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഴ്ചയിൽ തലയിടിച്ച് അതിനെ സംബന്ധിച്ച് നരമ്പിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഗൾഫിൽ കുറച്ച് നാൾ ചികിത്സ ചെയ്തെങ്കിലും വേദനയ്ക്ക് മാറ്റമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2008 വീണത്. അപ്പം പിന്നെ വേദന കുറവില്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്ന് മെഡിക്കൽ കോളേജിലെ ചികിത്സ 6 മാസം ചെയ്തായിരുന്നു. അതിനുശേഷം തിരിച്ചു പോയി. പിന്നെ കുറച്ച് നാൾ വേദനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വേദന വരും. വേദന വന്ന ആൾക്ക് പിന്നെ കണ്ണിന് പോച്ചിൽ, പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റൂല, കാലിന് കൈകാല് പെരുപ്പ്, മൊത്തത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വേദന വരും. വേദന വന്നാൽ ഒരു 2 ദിവസം ഈ വേദന ഇങ്ങനെ നിൽക്കും, പിന്നെ അതങ്ങ് മാറും. വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വേദന വരും. ഇപ്പോൾ ഒരു 15 വർഷം കൊണ്ട് ഈ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡോക്ടറെയൊന്നും കണ്ടിട്ടില്ല, മരുന്നൊന്നും കഴിച്ചിട്ടുമില്ല. ഈ വേദന ഇങ്ങനെ സഹിച്ചു പിടിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥന ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചോളൂ. അത് ഭയങ്കര വിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വെഞ്ചരിച്ച തൈലവും ഉപ്പും, തൈല നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പ് ഉള്ളിൽ കൊടുത്ത്, അതിനുശേഷം ഇപ്പോൾ 1 വർഷം കൊണ്ട് വേദനയൊന്നുമില്ല, എല്ലാ അസുഖങ്ങളും മാറി. ഞാൻ 1 വർഷം കൊണ്ട് ഉടമ്പടിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഇതുവരെ എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ ഉണ്ടായിരുന്നു. അത് 1 വർഷം കൊണ്ട് മരുന്ന് കഴിക്കുകയായിരുന്നു. അതിപ്പോൾ 2 മാസം കൊണ്ട് ഷുഗർ നോർമലായി. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് 7 വർഷമായി എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് 7 വർഷം കൊണ്ട് എൻ്റെ കേസ് നടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ എനിക്ക് ആ പൈസ അനുവദിച്ചായിരുന്നു. ഒരു 6 ലക്ഷം രൂപ എനിക്ക് ക്ലെയിം അനുവദിച്ചായിരുന്നു. അപ്പോൾ 7-8 മാസമായിട്ടും ആ പൈസ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച ആയപ്പോൾ ആ പൈസ എനിക്ക് 6 ലക്ഷം രൂപ കിട്ടിയായിരുന്നു. പിന്നീട് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വീട് വയ്ക്കാൻ 3 ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നു. അപ്പോൾ 7 വർഷമായിട്ടും അടയ്ക്കാൻ പറ്റിയില്ല. ആ ഇടയ്ക്കാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. പിന്നെ അടയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ബാങ്കിൽ നിന്ന് ജപ്തിയുടെ ഒരു വക്കീലെത്തി. വീട്ടിൽ ബാങ്കുകാർ വന്ന് കുറച്ച് സമയമൊക്കെ നമുക്ക് തന്നവർ, എന്നാലും പിന്നെ അടയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പൈസയാണ് ഒരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അതും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ എനിക്ക് കിട്ടിയതുകൊണ്ട് 2 ആഴ്ചക്കകത്ത് വെച്ച് തന്നെ ഉടമ്പടി എടുത്ത് 2 ആഴ്ചക്കകത്ത് വെച്ച് തന്നെ ആ ലോണ്, ബാങ്കിലെ ലോണ് എനിക്ക് അടച്ചു തീർക്കാൻ കഴിഞ്ഞായിരുന്നു. പിന്നീട് അമ്മയുടെ രൂപം എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് തീരെ ജോലിയില്ലായിരുന്നു. 2 ആഴ്ചയോളം ജോലിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു അമ്മയുടെ ഫോട്ടോ ഞാൻ മേടിച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചില്ല, സ്തുതിച്ചിട്ട് അമ്മയോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞമ്മേ, എനിക്കും ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡിനും ജോലിയില്ല, അപ്പോൾ നമ്മളെങ്ങനെ ജീവിക്കും, അങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ ഞാൻ പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ ഒത്തിരി കിടന്നുറങ്ങിയായിരുന്നു. എൻ്റെ മോളെ റൂമിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഒരു 3:30 മണി ആയപ്പോഴത്തേക്ക് ഞാൻ കിടക്കുന്ന നേരെ എന്തോ ഒരു പ്രകാശം എനിക്ക് കണ്ടിട്ടത് ആദ്യം മനസ്സിലായില്ല. ഈ എൻ്റെ പിറകിലത്തെ അമ്മയുടെ രൂപമാണ് എന്നെ കാണിക്കുന്നത്. നല്ലതുപോലെ കാണിച്ച് അപ്പം ഞാൻ പെട്ടെന്ന് പറയണ ഞാനിതെവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മയായിരുന്നു, ഇതെൻ്റെ മാതാവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എണീച്ച് മുട്ട് കുത്താനൊന്നും പറ്റില്ല. പക്ഷെ അന്നേരം ഞാൻ മുട്ടുകുത്തി അമ്മയോട് എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം കാണിച്ച് പിന്നെ രണ്ടാമത് വീണ്ടും എന്നെ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത റൂമിൽ ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ ഇവിടെ വിളിച്ചോണ്ട് ഒന്ന് കാണിക്കണം എൻ്റെ മനസ്സിലുണ്ട്. വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് രൂപ ഇല്ലെങ്കിൽ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന്. അപ്പം ഞാൻ ഇതൊക്കെ അമ്മയോട് പറയുകയാണ് ഇങ്ങനെ. അപ്പോൾ അമ്മയുടെ രൂപം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ രൂപം മാറിയായിരുന്നു. വീണ്ടും എന്നെ അമ്മ 3ാമത് എന്നെ കാണിക്കുകയാണ്. മാതാവിൻ്റെ രൂപം അമ്മ എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോണിൽ വീഡിയോ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അത്ര ക്ലിയർ അല്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചായിരുന്നു. ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ കണ്ടിട്ട് ഞാൻ മാതാവിൻ്റെ രൂപമൊന്നും പറഞ്ഞില്ല, നോക്കാൻ പറഞ്ഞ്, നോക്കിയിട്ട് എന്തരാണെന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എന്തോ ഒരു രൂപം പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ രൂപം എന്നെ കാണിച്ചതാണ്,
ആളെത്ര വിശ്വാസമായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നാലാമതും എനിക്ക് ഒന്നും കൂടി ആ റൂമിനകത്ത് കയറാനായിട്ട് എൻ്റെ അടുത്ത് അമ്മ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നും കൂടെ കയറി നോക്കിയപ്പോൾ വീണ്ടും അമ്മയുടെ രൂപം എന്നെ കാണിക്കുകയാണ്. നല്ലതുപോലെ കാണിച്ച് അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ച്. അപ്പോൾ ഹസ്ബൻഡ് ശരിക്കും അത് ഞെട്ടിപ്പോയി. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. പിറ്റേ ദിവസം അമ്മയുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞത്. പിറ്റേ ദിവസം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തലേ ദിവസം ഞാൻ കേട്ടൊരു സാക്ഷ്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതിലൊരു സഹോദരൻ പറയുന്ന സാക്ഷ്യമാണ്, 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇവിടെ നിന്ന് കൊടുത്ത ഉപ്പ് വീടിന് 4 മൂലയിൽ ഇട്ടപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി അത് ചെയ്തതാണ്. അപ്പോൾ അത് എന്നോട് ചെയ്യാൻ എൻ്റെ മനസ്സിൽ അമ്മ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് 7 സ്ഥലത്തായിട്ടാണ് ഞാൻ ഉപ്പിട്ടത്. അന്ന് 10 മണി ആയപ്പോഴത്തേക്ക് എന്നെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ്, ഒരു ജോലിയുണ്ട്, വന്ന് നോക്ക്, അത് ലിസ്റ്റ് എഴുതി തന്നാൽ നമുക്ക് സാധനം എടുത്തിട്ട് നാളെ തൊട്ട് എന്നെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ്. അതിന് ശേഷം ഇപ്പോൾ ജോലിക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ജോലിയൊക്കെ ഉണ്ട്. പല്ലുവേദന ഉണ്ട്. അത് പല്ലുവേദന വന്നാൽ എനിക്കിനി പല്ലെടുത്ത് എല്ലായിടത്തും കളയേണ്ട ഒരവസ്ഥയാണ്. ഒരു 3-4 പല്ലെടുത്ത് കളഞ്ഞ്. അപ്പോൾ ഇപ്പോഴും ഒരു പല്ലുവേദന വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു തൈലം എടുത്ത് തേച്ചെങ്കിലും വേദനയൊന്നും കുറഞ്ഞില്ല. പക്ഷേ ഉച്ചയ്ക്ക് ചൊവ്വാഴ്ചത്തെ ദാനം ഞാൻ അച്ഛൻ്റെ ദാനം കേട്ടോണ്ടിരുന്ന സമയത്ത് അച്ചായിൽ പറയുന്നുണ്ടായിരുന്നു, പല്ലുവേദന ഉള്ളവരിപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷമാണ് അത് പൂർണ്ണമായിട്ടും മാറിയതും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പത്രമെല്ലാം ഞാൻ വിതരണം ചെയ്യും. ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ആദ്യം ഞാൻ പത്രമാണ് വിതരണം ചെയ്യുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, വസ്ത്രം കൊടുക്കും, മരുന്ന് മേടിക്കാൻ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പൈസ കൊടുക്കും. പിന്നെ ആഹാരം, അനാഥാലയത്തിൽ ആഹാരങ്ങൾ കൊടുക്കാം. എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്.